വാഴപ്പിണ്ടിയും വൻപയറും വെച്ചിട്ട് ഒരു സിമ്പിൾ റെസിപ്പി വാഴപ്പിണ്ടി തോരൻ. വാഴപ്പിണ്ടി നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. വാഴ കുലച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടി എടുക്കാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കിടിലം വിഭവമാണ് കേട്ടോ വാഴപ്പിണ്ടി തോരൻ. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ വാഴപ്പിണ്ടി ഇതുപോലെ തോരനായിട്ടൊക്കെ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പീസ് വാഴപ്പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിനാദ്യം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തു. അതിനുശേഷം ഇതിനെ ചെറുതാക്കിയിട്ട് ഇതുപോലെ നീളനെയും പിന്നെ ഇതാക്കിയിട്ട് ഒരു ചെറിയ സ്ക്വയർ രൂപത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. വാഴപ്പിണ്ടി തോരൻ വെക്കാൻ പരിപ്പോ പയറോ ചെറുപയറോ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ വൻപയർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച വൻപയറാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിനെ രണ്ടിനും വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ. ഇതിന് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് ഞാൻ കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കണം. അതാകുമ്പോൾ പെട്ടെന്ന് വെന്തിട്ടും. അപ്പോൾ ഞാൻ ആദ്യം വാഴപ്പിണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വൻപയറും കൂടി ഇതിലോട്ട് ചെരിഞ്ഞു കൊടുക്കാം കേട്ടോ. രണ്ടും കൂടിയിട്ട് ഒരു 4 വിസിൽ വരെയെങ്കിലും വേവിച്ചെടുക്കണം. അതിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 4 വിസിലോളം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടാവും. അത്യാവശ്യം വേവുള്ള സംഭവമാണ് കേട്ടോ. ചെറുപയറാണെന്നുണ്ടെങ്കിലും ഉണ്ണിത്തണ്ടാണെങ്കിലും നല്ല വേവുണ്ട്. ഇനി ഈ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 5ഓ 6ഓ ചെറിയുള്ളിയുടെ അല്ലിയും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണക്കമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇത് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചീനമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒന്ന് തേങ്ങനെ ഒതുക്കിയെടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഒരു 4 വിസിലായപ്പോൾ തന്നെ പയറാണെങ്കിലും വാഴപ്പിണ്ടി ആണെങ്കിലും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് കടുകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2, 3, 4 വറ്റൽമുളക് ഇതുപോലെ കീറിയിടാം കേട്ടോ. ഇനി ആവശ്യത്തിന് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടിയും ഉണക്കപ്പയറും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളവിടെ ഈ വാഴപ്പിണ്ടിനെ ഉണ്ണിത്തണ്ട് എന്നാണ് കേട്ടോ പറയുക. നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തേങ്ങാ ചമ്മന്തി ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പൊടിയാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.